യുടെ നേതൃത്വത്തിൽ 4 മേഖലയിൽ ജാഥ നടത്തി. തിരുവനന്തപുരം മേഖലയിൽ ഒരു ജാഥയിലെ സ്ഥിരം അംഗമായിരുന്ന ആളാണ് ഞാൻ. അല്ല, ശോഭ മാത്രം പ്രത്യേകം നടത്തിയതല്ല. അതിൻ്റെ ഒരു ഭാഗമായി സംസ്ഥാന തലത്തിൽ നടത്തിയ ഭാഗമായിട്ട് ആ മേഖലയിൽ നടത്തിയത് ശോഭയാണ് എന്നുള്ള, ശോഭ സുരേന്ദ്രനാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കാണിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, അതിൽ ഈ അവിടെ നിന്ന് പിടിച്ചു എന്ന് പറയുന്ന ആളിൻ്റെ അല്ല, അത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഫോട്ടോയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജേഷിൻ്റെ അല്ല, രാജീവിൻ്റെ ഫോട്ടോയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രാജീവിനെ പിടിച്ചിട്ടില്ല, പിടിക്കട്ടെ. പിടിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ തെളിവും വരട്ടെ, ബന്ധവും വരട്ടെ. ഫോട്ടോ കാണിക്കാൻ പാടില്ലെന്നുണ്ടോ? അല്ല, ഞാനത് എതിർക്കുകയല്ല. ഞാനൊരു പ്രചരണത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുകയും ഇതൊരു അവസരം കിട്ടിയപ്പോൾ BJP രാജ്യദ്രോഹ അന്വേഷണത്തിൽ വരട്ടെ, എന്താണ് സംഭവം. ഞങ്ങളാരും സംരക്ഷിക്കാൻ തക്കതായ നടപടി സ്വീകരിക്കണം. അതാണല്ലോ 24 മണിക്കൂറിനകത്ത് അദ്ദേഹത്തിന്റെ പ്രാഥമിക മെമ്പർഷിപ്പും പുറത്താക്കി അന്വേഷണം നടത്തട്ടെ. ഏതെങ്കിലും ഒരു BJP-കാരൻ ഇതിനെ സഹായിക്കുന്നതിനോ ഏതെങ്കിലും നേതാവ് സഹായിക്കുന്നതിനോ മുന്നോട്ട് വരണമെങ്കിൽ അപ്പോൾ പൊതുസമൂഹത്തിനോട് ഞങ്ങൾ മാപ്പ് പറയാം, ശരിയാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റിയത്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പുറമുള്ള ഒരു നിലപാട്, ഒരു ആർജവം വേറെ ഏത് പാർട്ടിക്ക് കാണിക്കാൻ കഴിയുമെന്നാണ്? അല്ലല്ല, അതാണ് ഞാൻ നേരത്തെ ശ്രീ പത്മകുമാറിനോട് ചോദിച്ച ചോദ്യം അതാണ്. നേരത്തെ 16 ലക്ഷം രൂപയുടെ പണമിരട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലായിരുന്ന മാടത്ത് ഷാനു എന്ന് പറയുന്ന ആൾ BJP-യിൽ നിന്ന് അന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞു. ഇപ്പം അദ്ദേഹം എവിടെയാണ്? ഇവിടെ കൊടുങ്ങല്ലൂർ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം BJP നേതൃത്വമാണ്, സംഘ് പരിവാരാണ്. അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ ഇത്തരത്തിലുള്ള പണമാണ് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് എന്ന് വ്യക്തമായൊരു സാഹചര്യത്തിൽ സത്യത്തിൽ ശ്രീ പത്മകുമാർ അദ്ദേഹം പാർട്ടിയെ ന്യായീകരിക്കാൻ ബാധ്യസ്ഥനായതുകൊണ്ട് അദ്ദേഹം പറയുന്നതായിരിക്കാം. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവിടുത്തെ തീരദേശത്തെ BJP നേതൃത്വം സംഘ് പരിവാരം നടത്തിക്കൊണ്ടിരുന്ന ആക്രമണങ്ങളെ, അതിലെല്ലാം പങ്കാളിത്തമുള്ള ഒരു കൂട്ടം ആളുകൾ കള്ളപ്പണം അടിച്ച് വിതരണം ചെയ്താണ് ഇതിനെല്ലാം പണം ഉപയോഗിച്ചിരുന്നതെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഘാതം അത് ചെറുതല്ല. അത് സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചലനം വളരെ വലുതാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, കേരളത്തിൽ സംഘ് പരിവാരവും ഭാരതീയ ജനതാ പാർട്ടിയും ഏതെങ്കിലും തരത്തിൽ അവരുടെ നയങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്ന ആളുകളെയൊക്കെ ദേശദ്രോഹികളെന്ന് മുദ്ര കുത്താറുണ്ട്. ശ്രീ പത്മകുമാർ കള്ളപ്പണം വിതരണം, അത് ഒരു 10 നോട്ടാണെങ്കിൽ പോലും അത് വിതരണം ചെയ്യുന്നത് ദേശദ്രോഹം തന്നെയല്ലേ? ദേശദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മേഖലയിലെ മുതിർന്ന ആളുകൾ പങ്കാളിത്തം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് പിടിക്കപ്പെടാത്തതിന് എന്തെല്ലാം ഉണ്ട്, നമ്മൾ കാണാതിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മുഖം വല്ലാതെ വികൃതമായി എന്നതിൻ്റെ ഒരു പരിഭ്രമം നിങ്ങൾക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമാണ്. ഇവിടെ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ഈ നോട്ട് മാറ്റക്കാലത്ത് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയായിരുന്നു പ്രചരണം, അതേക്കുറിച്ച് അങ്ങ് മറുപടി പറഞ്ഞില്ല. 2000 രൂപയും പുതിയ 500 രൂപയും ഒക്കെ വരുമ്പോൾ കള്ളനോട്ട് ഒരിക്കലും അച്ചടിക്കാൻ പറ്റില്ല. ഇപ്പോഴെന്താ 2000 രൂപയുടെ സ്ഥിതി? സത്യത്തിൽ അത് ഇത്തരത്തിൽ അച്ചടിച്ച് വിതരണം ചെയ്യാൻ കഴിയുന്നത് അതിൻ്റെ ഒരു അവസ്ഥ കൊണ്ടാണ്. ആളുകൾക്ക് യഥാർത്ഥം ഏതാണ്, കള്ളനോട്ട് ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഉള്ളൊരു നിർമ്മിതിയായതുകൊണ്ടാണ്. എന്തെല്ലാം കള്ളനോട്ട് വിതരണം നടത്തി ഇപ്പോൾ ഇത് BJP-യുടെ മുഖം വികൃതമാക്കാമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി താങ്കൾ ഉപയോഗിക്കുന്നില്ല. അല്ലാതെ താങ്കളുടെ പോലീസാണല്ലോ ഒരിക്കലും അന്വേഷണം വരട്ടെ, നമ്മൾ ഇനിയും ഇതേപോലെ ചർച്ചയിൽ കാണുമല്ലോ. ഏത് BJP നേതാവിനാണ് ഇദ്ദേഹം കാശ് കൊടുത്തത്, അല്ലെങ്കിൽ ഏത് പൈസ കൊടുത്താണ് BJP പ്രവർത്തി. ഞങ്ങൾക്ക് ഞാൻ 80 മുതൽ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നതാണ്. ഈ കേരളത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നു പല മേഖലയിലും. അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് കേരളത്തിൽ നമ്പർ 1 ആയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വളർന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ അവിടുത്തെ പ്രവർത്തകരുടെ ത്യാഗപൂർണ്ണമായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. അതിന്റെ ഏതെങ്കിലും ഒരിടത്ത് ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ ആ പുഴുക്കുത്തുകളെ നീക്കം ചെയ്തുകൊണ്ട് നടപടി സ്വീകരിക്കുകയും നിലപാടെടുക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ്. ആ ആർജവം ഞങ്ങൾക്കുണ്ട്. ഞാൻ നിങ്ങളുടെ ചോദിക്കട്ടെ, ജയന്തന്റെ അവസ്ഥ എന്താ? ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി പറയുന്നു, BJP നേതാക്കളുമായുള്ള ബന്ധം അത് പുറത്തു വരുവാൻ വിഷമമുണ്ടാകും, ചിലപ്പോൾ സമ്മർദ്ദത്തിന് അടിപ്പെടും പോലീസ് എന്ന്. എന്തുകൊണ്ട് അങ്ങനെ സംശയിക്കുന്നു? കേരള പോലീസിന്റെ അന്വേഷണം പോരാ എന്നാണോ ഇക്കാര്യത്തിൽ? അല്ല, കേരള പോലീസിൻ്റെ അന്വേഷണം പിന്നെ കുറ്റമറ്റ രീതിയിലായിരിക്കണം. നമ്മുടെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം സംശുദ്ധരാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല.
കാരണം ഈ പോലീസ് ഘടനയിൽ ഉള്ള പലരും പലതരത്തിലുള്ള സ്വാധീനങ്ങൾക്ക് ആവുന്ന ആളുകളാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നു എന്നതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം സംശുദ്ധരാണ് എന്ന യാതൊരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കില്ല. പോലീസ് ജാഗ്രതയോടെ കാര്യത്തിൽ അന്വേഷണം നടത്തണം. ഇവിടെ ഏതെല്ലാം മേഖലകളിൽ കള്ളപ്പണം വിതരണം ചെയ്തു എന്നതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്ന അർത്ഥത്തിലാണ് ശ്രീ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അല്ല, CPM ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ ഫോട്ടോകളിൽ പ്രചരിക്കുന്ന ഇപ്പോൾ ഇതേ ആളുകൾക്ക് BJPയുടെ ചില നേതാക്കളുമായി ബന്ധമുണ്ട് എന്ന് പ്രചാരണമാണല്ലോ നടക്കുന്നത്. അതിന് ചില ഫോട്ടോകളും തെളിവായി വരുന്നു. ഇവരുമായുള്ള ബന്ധം തെളിയിക്കപ്പെടണം. ഇതാണോ CPMന്റെ ആഗ്രഹമായി വരുന്നത്? അതിനുവേണ്ടിയാണോ CPM കഷ്ടപ്പെടുന്നത് ഈ കാര്യത്തിൽ? അല്ല, നേതാക്കളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. അത് വളരെ വ്യക്തമാണ്. ഇവിടെ പ്രശ്നം ഈ നോട്ട് എവിടെയെല്ലാം വിതരണം ചെയ്തു, ഏതെല്ലാം മേഖലകളിലെത്തി, അതേക്കുറിച്ചല്ലേ അറിയേണ്ടത്. അതേക്കുറിച്ചാണ് സമഗ്രമായ അന്വേഷണം നടക്കേണ്ടത്. ഇവിടെ പറഞ്ഞതുപോലെ ഒരു പെട്രോൾ പമ്പിൽ കൊണ്ടുപോയിട്ട് എടുക്കാത്തതാണ് എന്ന് പറയുന്നതല്ല അവസ്ഥ. യഥാർത്ഥത്തിൽ പല കേന്ദ്രങ്ങളിലും വിതരണം ചെയ്യപ്പെട്ട ഒരു നോട്ട് അത് യഥാർത്ഥത്തിൽ നമ്മുടെ ആളുകൾ എത്രമാത്രം കബളിപ്പിച്ചിട്ടുണ്ട് ഈ കാര്യം അറിയേണ്ടതുണ്ട്. അതല്ലാതെ നേതാക്കളുമായിട്ടുള്ള ബന്ധം നമുക്കറിയാവുന്ന കാര്യമല്ലേ. അവർക്ക് പരിചയമില്ലാത്ത ആളുകളല്ലല്ലോ. വളരെ കൃത്യമായിട്ട് ഫോട്ടോകൾ സംസാരിക്കുന്നില്ല അതെല്ലാം. അപ്പോൾ അതിലൊന്നും സംശയമില്ല. പക്ഷേ എവിടെയെല്ലാം ഇതെത്തി എന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവണം. എത്രമാത്രം പിന്നെ കള്ളപ്പണം ഇവർ അടിച്ചിറക്കിയിട്ടുണ്ട് എന്ന കാര്യവും സമൂഹം അറിയേണ്ടതുണ്ട്. ശ്രീ CR നീലകണ്ഠൻ, BJPയുടെ നിലപാടുകൾക്കേറ്റ തിരിച്ചടി എന്നതിനപ്പുറം ഇതിനെ കാണുന്നില്ലല്ലോ താങ്കൾ. ഇപ്പോൾ BJPയുടെ നേതാക്കളുമായുള്ള ബന്ധം എന്ന് പറയുമ്പോൾ അവരുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു, അവരെ അറിയാം, പ്രാദേശിക നേതാക്കൾ എന്ന രീതിയിൽ. ഇതിനപ്പുറം ഒരു നിർദ്ദേശമൊന്നും താങ്കളും സംശയിക്കുന്നില്ല. പക്ഷേ CPM ഇക്കാര്യത്തിൽ ഇതിന് BJPയുടെ നേതൃത്വത്തിൻ്റെ ഇടപെടലോടുകൂടിയുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ അവരുടെ സഹായം ഇക്കാര്യത്തിൽ കിട്ടിയിരുന്നു എന്ന് തെളിയിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരിക്കുകയല്ലേ? അതുകൊണ്ടല്ലേ കൂടുതൽ അന്വേഷണം ഇന്ന് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ചോദിച്ചിരിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും കൂടുതൽ അന്വേഷണം വേണമെന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. കാരണം ഇത് എന്ന് തുടങ്ങി, എത്ര കാലമായി ചെയ്തിട്ട്, എന്തൊക്കെ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ അന്വേഷിക്കണം. എൻ്റെ സുഹൃത്ത് പത്മകുമാർ എന്തോ കൺഫ്യൂസിംഗ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. ഏതോ ഒരു സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, സമ്മേളനത്തിൽ പറഞ്ഞ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏതെങ്കിലും ഒരാൾ ജന്മന ക്രിസ്ത്യാനി ആയതുകൊണ്ടോ ഹിന്ദു ആയതുകൊണ്ടോ മുസ്ലിം ആയതുകൊണ്ടോ മതേതരനായതുകൊണ്ടോ നിരീശ്വരവാദി ആയതുകൊണ്ടോ അയാൾ നല്ലവനോ ചീത്തവനോ എന്ന് പറയാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഞാൻ ചോദിച്ചത് തിരിച്ചാണ്. മറിച്ചാണെങ്കിൽ എന്തായിരിക്കും പ്രചരണം എന്ന ചോദ്യം, അവിടെയാണ് പ്രശ്നം. അത് ഇവിടെ വളരെ കൃത്യമായി പറയാറുണ്ടല്ലോ. ഇപ്പം ഞാനത് അങ്ങനെ തന്നെയാണ് BJPയുടെ പ്രചരണത്തിൻ്റെ ഊന്നൽ. അത് നമ്മളല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിലേക്ക് ഞാൻ പോകണില്ല. പിന്നെ ഡൽഹിയിലെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, 14 പേർക്കെതിരെ കേസെടുത്തിട്ട് 12 പേരെ കോടതി ഇതുവരെ വെറുതെ വിട്ടു. 2 പേരുടെ പേരിലെ കേസുള്ളൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഭരണം നിങ്ങൾക്കാണ്, നിങ്ങൾ തെളിയിച്ചോ. അരവിന്ദ് കെജ്രിവാളല്ലേ പറഞ്ഞ CBI അന്വേഷിക്കണമെന്ന്. CBI അന്വേഷിക്കാനാണ് പറഞ്ഞാൽ ഡൽഹി പോലീസ് അന്വേഷിക്കണമെന്നല്ല. എന്ത് ആരോപണം വേണി വന്നിട്ട് കംപ്ലീറ്റ് പോലീസ് നിങ്ങളുടെ കയ്യിലല്ലേ, അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അതിനെപ്പറ്റിയൊന്നും എനിക്കൊരു ടെൻഷനും ഇല്ല. ഇവിടെ പ്രശ്നം പുറത്താക്കല്ലാതെ വേറെ എന്താ ചെയ്യപ്പോൾ? ഇവർ 2 പേരെ പുറത്താക്കല്ലാതെ BJPക്ക് എന്താ ഇതിൽ ചെയ്യാൻ പറ്റുക? BJP ഏതെങ്കിലും തരത്തിൽ ഇവരെ ഡിഫെൻഡ് ചെയ്താൽ അതിലൊരു എന്തെങ്കിലും ഒരു വലിയ കാര്യം BJP ചെയ്തു എന്ന് ഞാൻ വിചാരിക്കണില്ല. ഇനി ഇവരുടെ കേസ് വരട്ടെ. ഇപ്പോൾ CPM പറയുന്ന ഒരു കാര്യം, ഇവർക്കുള്ള ബന്ധം തെളിയിക്കപ്പെടില്ല എന്നാണെങ്കിൽ അത് CPMൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസിൻ്റെ ദൗർബല്യമാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ ദൗർബല്യമാണെന്ന് ഞാൻ പറയും. തെളിയിക്കണം, കൃത്യമായി നമ്മൾ കണ്ടെത്തണം. കാരണം ഇത്തരം ദേശദ്രോഹികളുടെ അടിവേര് വരെ അറുക്കണം. അതിനാണ് പോലീസ്. അതിന് കഴിയില്ല എന്ന് വന്നാൽ അത് വേറെ എവിടെയൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അത് പറ്റില്ല. അതിനാരന്വേഷിച്ചാലും കുഴപ്പമില്ല. ഇപ്പോൾ കേന്ദ്രം അന്വേഷിക്കണമെന്ന് ഇക്കാര്യത്തിൽ പറയാൻ പറ്റില്ല. കാരണം കേന്ദ്രം CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ എവിടെയാണ് പോകാമെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത് കൃത്യമായും ഇത് അന്വേഷിച്ച് കണ്ടെത്തണം. പണം ഈ ദേശദ്രോഹം ചെയ്ത ആളുകൾ. BJPയുടെ പ്രശ്നം അതൊന്നുമല്ല. BJP ഈ രാജ്യത്ത് മുഴുവൻ ഇത് പറഞ്ഞു. വേറെ ആരൊക്കെയോ കള്ളനോട്ട് അടിക്കുന്നു, ഗൾഫിൽ നിന്ന് വരുന്നു, അവിടെ നിന്ന് വരുന്നു, കണ്ടെയ്നറിൽ വരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കള്ളനോട്ട് 2000 അടിക്കാൻ പറ്റില്ല എന്ന് വേണ്ട, അതിന് മുമ്പ് കള്ളനോട്ട് പല സ്ഥലത്തും അടിച്ചു പിടിച്ചിട്ടുണ്ട്. ഈ കുറഞ്ഞ കാലത്തിനിടയിൽ 2000 കള്ളനോട്ട് അടിച്ചു പിടിച്ചിട്ടുണ്ട്. ഈ കൊടുങ്ങല്ലൂർക്കാർ മാത്രമൊന്നുമല്ല, വേറെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ആരടിച്ചാലും അത് പിടിക്കണം. അത് ഏത് പാർട്ടിക്കാരനായാലും അല്ലെങ്കിലും അത് പിടിക്കണം. കാരണം ഇത് എൻ്റെയും നിങ്ങളുടെയും പണത്തിൻ്റെ മൂല്യം ഇല്ലാതാക്കുന്ന രാജ്യദ്രോഹമാണ്. അവിടെയാണ് പ്രശ്നം. എൻ്റെയും നിങ്ങളുടെയും നല്ല അധ്വാനിച്ചുണ്ടാക്കിയ പണം വിലയില്ലാത്തതായി പോവും.
കാരണം ഈ കള്ളപ്പണം കൊണ്ട് അത് സാധാരണ ജനങ്ങളോടുള്ള വെല്ലുവിളിയും കൂടിയാണ്, വെറും ഗവൺമെൻറ്റിൻ്റെയോ ഒരു പ്രശ്നം മാത്രമല്ല. അതുകൊണ്ട് ഇപ്പോൾ അന്വേഷിക്കട്ടെ, ഞാൻ പറയുന്നത് കൃത്യമായി അന്വേഷിക്കണം, കൃത്യമായി കണ്ടെത്തണം. BJP നേതാക്കന്മാർക്ക് ഇതിൽ എവിടെയൊക്കെ പങ്കുണ്ടെങ്കിലും കണ്ടെത്തണം, അവരെ ശിക്ഷിക്കപ്പെടുകയും വേണം. കാരണം അല്ലെങ്കിൽ കുറച്ച് നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ ആർക്കോ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളിങ്ങനെ നടത്തുകയോ നടത്താതിരിക്കുകയോ ചെയ്യാൻ പിടിക്കപ്പെടില്ല എന്നുറപ്പുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ക്രിമിനലിസം കൂടും. ആ ക്രിമിനലിസം തടയണമെങ്കിൽ രാഷ്ട്രീയ നേതൃത്വവുമായി, ഇതിന് മാത്രമല്ല എല്ലാ ക്രിമിനൽ കേസുകൾക്കും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ആശീസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്നുള്ള അഭിപ്രായമുള്ള ആളാണ് ഞാൻ. കാരണം പലപ്പോഴും അവർ ഏതെങ്കിലും തരത്തിൽ ഇതിനെ പിന്തുണയ്ക്കും. അതിപ്പോൾ കണ്ണൂരിലെ കൊലപാതകങ്ങളെ സംബന്ധിച്ചും ഇതേ ആരോപണം ഉണ്ടായിട്ടുണ്ട്. ക്രിമിനൽ കേസുകൾ പലതും നേതാക്കൾക്കുള്ള ബന്ധം വിട്ടുപോകും. അത് അങ്ങനെയല്ല വേണ്ടത്. ഇവിടെ കൃത്യമായും പണം എവിടെ പോയി, എന്നടിച്ചു, ആരടിച്ചു, ഈ നോട്ടിൻ്റെ പ്രത്യേകതയുണ്ടോ, അത് കണ്ടെത്തി അന്വേഷിക്കാനൊക്കെ പറ്റും. ഈ നോട്ട് എവിടെ നിന്ന് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ, എവിടേക്ക് ഈ നോട്ട് കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, കണ്ടെത്തണം. അതിൽ കക്ഷി രാഷ്ട്രീയത്തിനൊന്നും പ്രശ്നമില്ല. പക്ഷേ BJPക്ക് ഇനി ഈ വർത്തമാനം പറഞ്ഞ നാട്ടിൽ ഇറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രം. ഞാൻ ഇടപെടുകയാണ്. ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം കള്ളപ്പണം ഉപയോഗിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ എല്ലാത്തിനും കണക്ക് വെക്കുന്നു എന്ന് പറയുന്ന BJP സംസ്ഥാന നേതൃത്വം തയ്യാറാവേണ്ടേ? ഇടവേളയ്ക്ക് ശേഷം.